എഫ്ഐആറിനെ പറ്റിയാ ഇവിടുന്ന് അങ്ങോട്ട് പോകണം ഇവിടെ ഇരുന്നാൽ മതി. എഫ്ഐആർ ആയാലും വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ചാൽ ഈ വായന കുട്ടികളിൽ മലയാളം ബുക്സിൻ്റെ വായന പഴയതിനേക്കാൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് വളർത്തിയെടുക്കാൻ ഇതിൻ്റെ എന്താ പറയുക വാല്യൂ മനസ്സിലാക്കാൻ കുട്ടികളുടെ ഒറ്റവാക്കി പറഞ്ഞാൽ ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സ്റ്റുഡൻസിന് യങ്സ്റ്റേഴ്സിന് മലയാളം സാഹിത്യം വായിക്കാനും പഠിക്കാനും ഒരു ആഗ്രഹമുണ്ടാകുക, അവരുടെ മനസ്സിൽ ഈ ഭാഷയെക്കുറിച്ച് ഒരു ബഹുമാനവും സ്നേഹവും അതിനൊക്കെ ഇത് വളരെ. എൻ്റെ ഫേവറേറ്റുകാരെല്ലാം ഇപ്പോഴത്തെ പുതിയ ആൾക്കാരല്ല, എല്ലാം പഴയ ആൾക്കാർ. ഈ തകഴിച്ചേട്ടൻ, MT തകഴിച്ചേട്ടൻ, അതിനുശേഷം വിജയനുണ്ട്, കേശവദേവ്, പിന്നെ നമ്മുടെ ബഷീർ, പൊൻകുന്നമർക്കി, അങ്ങനെ പഴയ ആളുകളുടെ ഇന്ന് മെനയാന്നുണ്ട്. MD ഞാനും ഒരു സ്റ്റേജിൽ മെനയാന്നുണ്ട് എറണാകുളത്ത്. അവാർഡിനെ പറ്റി ചെന്നൈയിൽ വെച്ചൊരു തമിഴ്നാട്ടിൻ്റെ ജയലളിതയുടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് അത് ജയലളിതയുടെ ഫംഗ്ഷനല്ല, മലയാള സിനിമയുടെ 100-ാം വർഷം ആഘോഷിക്കുക. സന്തോഷമാണ്. ഒന്നാമത് എല്ലാവരെയും കണ്ടു ഒരുമിച്ച് നമ്മുടെ മലയാളം മാത്രമല്ല, തമിഴ് മാത്രമല്ല, മലയാളം, തമിഴ്, തെലുങ്ക്, കർണാടക, ഹിന്ദി, ബംഗാളി, അതിലുള്ള എല്ലാ ആർട്ടിസ്റ്റിനും കുറേയൊക്കെ എനിക്കറിയാം. അവരെല്ലാം ഒരുമിച്ചൊരു സദസ്സിൽ വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് കാണാൻ സാധിച്ചു. വന്നവരെല്ലാം സീനിയർ ആർട്ടിസ്റ്റ്. അപ്പോൾ അവരെല്ലാം വീണ്ടും കാണാൻ സാധിച്ചു, അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ടായി. ഞാൻ ഒന്നും തന്നില്ലെന്നുണ്ട്.